എൻ്റെ പേര് രേഷ്മ. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 5 മാസം 28 തീയതിയാണ്. അത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം മാതാവിൽ അങ്ങനെ വിശ്വാസവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ അനിയത്തിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അപ്പം അവൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ നൈറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവളെ കളിയാക്കി അവളെ ചിരിപ്പിക്കാറുണ്ടായിരുന്നു. അതായത് അവൾ പ്രാർത്ഥിക്കുമ്പം വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവളെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ മാതാവിൻ്റെ അടുത്ത് ചെന്നാൽ മാത്രമേ നീ നന്നാവുള്ളൂ, അതുകൊണ്ട് ഉടമ്പടി എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞതിൻ്റെ പേര് മാത്രം ഞാൻ അവൾ ആദ്യം പുതുക്കാൻ വന്ന സമയത്ത് ഞാൻ അവളുടെ കൂടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം അന്ന് വൈകുന്നേരം മുതൽ എനിക്ക് ചിരിയില്ല, ഒന്നുമില്ല. ഞാൻ പ്രാർത്ഥനയിൽ അവളേക്കാൾ നന്നായി പിന്നെ ഞാനായി പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം. അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ടും പ്രത്യേകിച്ചൊന്നും നടക്കാണ്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി ഞാൻ ആ ഉടമ്പടി ബുക്കൊന്ന് വായിക്കണമെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കണം. അത് ഞാൻ ചെയ്യുന്നുണ്ടായില്ല. അത് വായിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ആ ബൈബിൾ ആദ്യം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടുമ്പം മനസ്സിരുത്തി വീണ്ടും വീണ്ടും ചുമ്മാ വായിച്ച് വിടാണ്ട് ഓരോ ഭാഗവും എടുത്തെടുത്ത് വായിക്കണം എന്ന് പറഞ്ഞുകൂടി ഞാൻ വീണ്ടും അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഉണ്ടായിരുന്ന ടെൻഷനും കാര്യങ്ങളും എല്ലാം മാറി ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥനയിൽ ആത്മീയമായിട്ട് ഒത്തിരി വളർന്നു. അപ്പം ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് നിയോഗം വെച്ചത് ഞാൻ ഒരു നേഴ്സാണ്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ AC ലീക്കായിട്ട് ആ ഗ്യാസ് മൊത്തം ശ്വസിച്ച് എനിക്ക് വയ്യാതായി. എനിക്ക് ശ്വാസം മുട്ടൽ സംഭവിച്ചു. അങ്ങനെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് ഞാൻ ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു. അപ്പം അതിനുശേഷമാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നത്. അപ്പം റിസൈൻ ചെയ്തിട്ട് മെഡിസിൻ കുറച്ച് സ്റ്റാർട്ട് ചെയ്തു. ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ ഉപ്പും തേനും മാത്രമായി എൻ്റെ മെഡിസിൻ. ബാക്കി ഇംഗ്ലീഷ് മരുന്ന് പല മെഡിസിൻസും യൂസ് ചെയ്തു. അതൊക്കെ ഞാൻ അതോടുകൂടി നിർത്തി. ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് പിന്നെ ഞാൻ മുമ്പോട്ട് പോയി. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഈ കടുക് വറുക്കുന്ന അങ്ങനെയുള്ള സ്മെല്ലുകൾ, പുക, ചാരം ഒന്നും ഒട്ടും പറ്റത്തില്ല. അപ്പോൾ തൊട്ട് ഞാൻ ചുമയ്ക്കാൻ തുടങ്ങും. ചുമച്ച് കണ്ണിൽ ചോര വരുന്ന പോലെ അതുപോലെ ചുമയാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇത് തനിയെ നിന്ന്. പക്ഷെ ഞാനത് മറന്നുപോയി. ഈ ശ്വാസമുട്ടലിൻ്റെ കാര്യം മാറി എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. പിന്നീട് ഒരു ദിവസം അമ്മ പറഞ്ഞപ്പോഴാണ് അയ്യോ ശരിയാണല്ലോ എൻ്റെ ശ്വാസമുട്ടൽ മാറിയല്ലോ എന്ന് ഓർത്തത്. അന്ന് ഉടമ്പടി വെച്ച സമയത്ത് തന്നെ ഞാൻ എബ്രോഡ് പോകുന്ന കാര്യം ആഗ്രഹമുണ്ട്. പക്ഷേ പൈസയുടെ ബുദ്ധിമുട്ട് കാരണം അത് നമുക്കൊന്നും വിധിച്ചിട്ടില്ലല്ലോ എന്നുള്ള അതിൽ വലിയ മൈൻഡ് കൊടുക്കാണ്ടിരുന്നു. അപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് ഞാൻ പുറത്ത് പോകണം, എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം എന്നുള്ള ഒരിതുള്ളതുകൊണ്ട് വീട്ടുകാരെ ഇതാക്കി ഞാനിങ്ങനെ അവർ പറയുമ്പോഴും ഞാൻ വലിയ മൈൻഡ് ആക്കത്തില്ല. നോക്കിയിട്ട് കാര്യമില്ല, പൈസയില്ല, പിന്നെ എന്തിനാ വെറുതെ എന്നുള്ള ഒരു മൈൻഡിലായി മുമ്പോട്ട് പോയി. അപ്പം എനിക്ക് ഇങ്ങോട്ടേക്ക് തന്നെ ഓരോരോ വേക്കൻസികളും പുറത്തോട്ട് പോകാനുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഇങ്ങോട്ട് തനിയെ വന്നിട്ടും ഞാനൊരു എഫേർട്ടും എടുക്കാതെ ഞാൻ വേണ്ടാന്ന് വെച്ചു. അവസാനം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, നീ എന്തായാലും എടുക്ക്, നീ പള്ളിയിൽ ഓൾറെഡി പോകുന്നതല്ലേ, നീ എടുക്കാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ ഒരു ഏജൻസിയെ ആദ്യം മീറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ എക്സാം പഠിക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനൊരു അക്കാഡമി പോയി അവിടെ എക്സാം അത് ക്ലാസ് തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാമിന് ഡേറ്റ് ആദ്യം എടുക്കണം. എക്സാമിന് ഓഗസ്റ്റ് നോക്കി ഡേറ്റ് കിട്ടിയില്ല, സെപ്റ്റംബർ നോക്കി ഡേറ്റ് കിട്ടിയില്ല. അവസാനം ഓഗസ്റ്റ് 7 തീയതി എനിക്ക് ഡേറ്റ് കിട്ടി. അത് ചെന്നൈയിലാണ് കിട്ടിയത്. അങ്ങനെ അക്കാഡമി പോയി പഠിച്ചു. അവിടെ റൂമിൽ ചെന്നപ്പോഴത്തേക്കും എനിക്കൊരു പേടിയുണ്ടായി. കാരണം നമ്മൾ വെളുപ്പിനെയൊക്കെ പ്രാർത്ഥിക്കുമ്പം ഈ മാതാവിന് വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ അതിനോട് ഇതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവില്ല നമ്മൾ വെളുപ്പിനെ പ്രാർത്ഥിക്കുമ്പം. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെങ്കിൽ മാതാവിനെ അറിയാവുന്ന ഒരു കൊച്ചിനെ തന്നെ എൻ്റെ കൂടെ തരണേ, അല്ലെങ്കിൽ ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കി എന്ത് ചെയ്യും എന്നോർത്ത് ഞാൻ റൂമിലോട്ട് കയറി ചെല്ലുമ്പം എൻ്റെ അപ്പുറത്തെ റൂമിലെ കൊച്ചിൻ്റെ ബെഡിൽ തലയുടെ പൊക്കത്ത് ഉടമ്പടി പുസ്തകം ഇരിക്കുക. എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോൾ. കാരണം ഞാൻ പ്രാർത്ഥിച്ച് തീർന്നില്ല. അപ്പോഴേക്കും ആ കുട്ടി എൻ്റെ കൂടെ പിന്നെ ഞങ്ങൾ ഒരുമിച്ചായി പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ ക്ലാസ്സുകൾ അവസാനിച്ചു. ഞാൻ എക്സാമിന് പോകാനായിട്ട് ട്രെയിൻ നോക്കി, ട്രെയിൻ ഒന്നും കിട്ടിയില്ല. കാരണം ബസ്സിൽ പോയാൽ ഞാൻ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യുന്ന ആളായതുകൊണ്ട് ബസ് നോക്കിയില്ല, ട്രെയിനാണ് നോക്കിയത്. ട്രെയിൻ കിട്ടാത്തതുകൊണ്ട് അവസാനം ബസ്സിൽ ബുക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര വൊമിറ്റിങ് കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പം കുറേ വൊമിറ്റ് ചെയ്തു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഒരു സാക്ഷി ഞാൻ കേട്ടായിരുന്നു ഇതുപോലെ ഒരുപാട് വയ്യാണ്ടായപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു, മാതാവേ അമ്മയുടെ മടിയിൽ കിടത്തി എന്നെ ഉറക്കണേ, എനിക്കിനി വയ്യ, എന്നെ കൂടി ഇനി പറ്റത്തില്ല എന്നൊരു സാക്ഷി ഞാൻ കേട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഇനി എനിക്ക് ഛർദ്ദിക്കാൻ വയ്യ, ഇനി ഇങ്ങനെ ഞാൻ ടയേർഡായിപ്പോൾ എനിക്ക് എക്സാം കാര്യങ്ങളൊന്നും എഴുതാൻ പറ്റത്തില്ല, അതുകൊണ്ട് അമ്മ എന്നെ അമ്മയുടെ മടി കിടത്തി ഉറക്കണേ എന്ന് ഞാൻ പറഞ്ഞ്
അതിനുശേഷം ഞാൻ ഛർദ്ദിച്ചില്ല. പിന്നെ രാവിലെ 6 മണിയായപ്പോൾ ഞാൻ ഉണർന്ന് പിന്നെ കുറേ സമയം എടുത്തു അവിടെ ചുറ്റി സെൻറ്റർ കണ്ടുപിടിക്കാൻ. എക്സാം ഹാളിൽ ചെന്നിട്ടും എനിക്ക് ബസ്സിൽ പോലും ഒന്നും ഇരുന്ന് നോക്കാൻ പറ്റില്ല, വയ്യാതായല്ലോ. ഞാനപ്പോൾ പറഞ്ഞു, മാതാവ് എനിക്ക് ഒന്നും നോക്കാൻ പോലും പറ്റിയില്ല, ഞാൻ എക്സാം എന്തെഴുതും? സാരമില്ല മാതാവ് എനിക്കൊരു വഴി കാണിച്ചിട്ടെന്ന് പറഞ്ഞ് ഞാൻ കയറിയപ്പോൾ അവരാദ്യം കാശ് രൂപം എൻ്റെ കഴുത്തെ കണ്ടിട്ട് അവർ അത് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഊരാനെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ പൊക്കിയപ്പോൾ അവർ പറഞ്ഞു, അല്ല വേണ്ട, അത് കഴുത്തെ കിടന്നോട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ എക്സാം ഹാളിൽ പോയി ഇരുന്നു കഴിഞ്ഞ് കാശ് രൂപത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ വന്ന് ചെക്ക് ചെയ്തു അതിന് എന്തെങ്കിലും മൈക്കാണോ അതെന്തെങ്കിലും ആണോ എന്ന് കരുതി അവരത് ഫുൾ ചെക്ക് ചെയ്തിട്ട് അവർ പറഞ്ഞു, ഇനി അങ്ങനെ സംസാരിക്കരുത്, അവർക്ക് ക്യാമറയിൽ കൂടെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് നോക്കിയപ്പം കുറച്ചൊക്കെ അറിയാവുന്നത്, വേറെ ഒന്നും അറിയാവുന്നതും ഇല്ല. ഞാൻ പറഞ്ഞു, മാതാവ് ഇനി ഒരു എക്സാം എഴുതാൻ, കാരണം ഈ എക്സാമിനുള്ള 60,000 രൂപ ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് അറിയത്തുള്ളൂ, അതുകൊണ്ട് ഇനി ഒരു എക്സാം എഴുതാമെന്ന് പറഞ്ഞാൽ അത് പോസിബിളായിട്ടുള്ള കാര്യമല്ല, ഇനി ഞാൻ ഈ ഒരു കാര്യം ഉപേക്ഷിച്ചാൽ മതി. അതുകൊണ്ട് ഒറ്റ എഴുത്തിൽ തന്നെ എനിക്ക് പാസ്സായാൽ മാത്രം മതി, ഒറ്റ എഴുത്തിൽ തന്നെ എനിക്കത് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് എക്സാം ഹാളിൽ കയറി ആദ്യം കുറച്ച് അറിയാവുന്ന എഴുതി, പിന്നെ ഒന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ഓരോന്ന് പറഞ്ഞു തരണമെന്നാണ് മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി എനിക്ക് മാതാവ് കാണിച്ചു തരുന്ന ആൻസർ ഞാൻ ടിക്കറ്റ് പോയി. 1.5 മണിക്കൂറായിരുന്നു ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്, ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടത്. ഞാൻ എല്ലാ ക്വസ്റ്റ്യനും അരമണിക്കൂർ മുമ്പ് ഞാൻ അറ്റൻഡ് ചെയ്യും. എന്നിട്ട് എനിക്ക് അവസാനം ഈ സമയത്തിനുള്ളിൽ എഴുതി തീർക്കാൻ പറ്റുമെന്ന് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്തിനുള്ളിൽ അതെല്ലാം എഴുതി തീർത്തു. എക്സാം എഴുതി എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കഴിഞ്ഞ് മുമ്പ് ആദ്യം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ചെന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡായിരുന്നു കൂടെ വന്നത്. ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ചോദിച്ചു, എടി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു, എനിക്ക് തോന്നിയ ക്വസ്റ്റ്യൻസ് എനിക്ക് മാതാവ് കാണിച്ചു തന്നത് മാത്രമാണ് ഞാൻ എഴുതിയത്, പക്ഷേ എനിക്ക് ഉറപ്പാണ് ഞാൻ എക്സാം എന്തായാലും പാസ്സാവും. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, നീ ഒന്നും എഴുതിയില്ല, ഞാൻ പാസ്സാകും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ബയോമെട്രിക് ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അതായത് എക്സാമിന് കയറിയപ്പോൾ ഞാൻ ലാസ്റ്റ് നോക്കണമെന്ന് വെച്ച കാര്യങ്ങൾ പോലും ഞാൻ നോക്കിയില്ല, ആ നോക്കാത്ത കാര്യങ്ങളൊക്കെ എക്സാമിന് വന്നു, അതെനിക്ക് എഴുതാൻ പറ്റിയില്ല. എന്നിട്ടും ഞാൻ എക്സാമിന് അറിയാതെ എഴുതിയ എല്ലാ എക്സാമിനും ഞാൻ പാസ്സായി. എക്സാം പാസ്സായതിന് ശേഷം ഞാൻ ആദ്യം ഒരു ഏജൻസിക്ക് കൊടുത്തു. ആ ഏജൻസിയിലെ ആളെൻ്റെ പാസ്പോർട്ട് വെച്ച് ബ്ലോക്കാക്കി, അത് കുറേ ഇഷ്യൂ ആയി. അപ്പം അങ്ങനെ കുറേ തടസ്സങ്ങൾ വന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പം ഞാൻ വേറൊരു ഏജൻസിയെ കണ്ട് അവരോട് ഈ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ എനിക്ക് പൈസയുടെ കാര്യങ്ങളില്ലയെന്ന് പറഞ്ഞപ്പം അയാൾ എന്നെ സഹായിക്കാൻ, കുഴപ്പമില്ല, അപ്പോൾ ഇതൊക്കെ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് പകുതി വരെയായി. ഞാൻ കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി എഴുതിയ എക്സാം ഇപ്പോൾ ഈ ഒക്ടോബർ ആയില്ല, ഇതുവരെയായിട്ടും ഒരു 3 മാസം വരെ അയാൾ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് സമയം കളഞ്ഞതല്ലാതെ എനിക്ക് ശരിയാക്കി തന്നില്ല. എന്നിട്ട് ലാസ്റ്റ് ഇപ്പോൾ ഒരു ഏജൻറ്റിനെ കണ്ടുപിടിച്ച് ആ ഏജൻറ്റ് അത് ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ഞാൻ ഉടമ്പടിയിൽ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ സഹായിക്കുന്നില്ലേ, കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നില്ലേ, ഇനി എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ എന്ന് കരുതി ഞാൻ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും എൻ്റെ കുറച്ച് പത്രം ഞാൻ കൊടുക്കാൻ ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് മറന്നുപോയതല്ല, അത് കൊടുക്കാമെന്നുള്ള ഒരു ഇതിലിരുന്ന അതെല്ലാം കൊടുത്തു ഞങ്ങളുടെ അടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു, അവിടെ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വിസയുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആ വിസയുടെ ഇത് സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് എടുത്ത് അയച്ചു തന്നു. അതെല്ലാം അയച്ചു തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാത്തിനും ഓരോരോ തടസ്സങ്ങളായിരുന്നു. എവിടെ പോയാലും പൈസയായിരുന്നു മെയിൻ തടസ്സം. ഓരോ സമയവും പൈസ റെഡിയാകാതിരുന്നപ്പോഴത്തേക്കും ഞാൻ അയാളോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് കുറച്ച് സമയം വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് പൈസ ശരിയാവുന്നില്ല, ഞാൻ എന്ത് ചെയ്യുന്നു, ഇത്രയും കൊണ്ട് എന്നെ എത്തിച്ചിട്ട് ഇനി മുമ്പോട്ട് ഞാൻ എന്ത് ചെയ്യും? കാരണം 1 രൂപ പോലും കയ്യിലില്ലാതിരുന്ന സമയത്താണ് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിയത്. അതായത് കയ്യിൽ 1 രൂപ പോലും ഇല്ല, എന്നിട്ട് ഞാൻ ഇതിനൊക്കെ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, എടി ഇത് എങ്ങനെയാ, പൈസ ഒന്നും ഇല്ലാതെ നീ എന്തുദ്ദേശിച്ചാണ്? ഞാൻ പറഞ്ഞു, നമ്മുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ല, പക്ഷേ ചേട്ടൻ നോക്കിക്കോ, ഞാൻ എന്തായാലും പുറത്ത് പോകും എന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആദ്യം പൈസ ചോദിച്ചവർ വിളിച്ചിട്ട് പറഞ്ഞു പൈസ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ പൈസയും അങ്ങനെയുള്ള എല്ലാ പൈസയും ഏജൻറ്റിന് കൊടുക്കാനുള്ള പൈസയും കാര്യങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞ് പിന്നെയും തടസ്സം, ടിക്കറ്റ് ശരിയാവുന്നില്ല. അതായത് എനിക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല, ടിക്കറ്റിൻ്റെ ഡേറ്റ് താമസിക്കും, വിസ വരാനും താമസിക്കും എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പ്രശ്നമുണ്ടായി. എന്നിട്ട് ടിക്കറ്റും കാര്യങ്ങളും എല്ലാം എനിക്ക് കിട്ടിയതിന് ശേഷം ഇതുപോലെ എനിക്ക് എന്തെങ്കിലും വയ്യാഴികയോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഉടമ്പടി ഉപ്പും എണ്ണയുമാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും അമിതമായിട്ട് ടെൻഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടത്തില്ല, അപ്പോഴൊക്കെ ഞാൻ ഉപ്പും എടുത്ത് നാവിലിടും. എന്ത് കാര്യത്തിന് പോയാലും ഞാൻ ഉപ്പെടുത്ത് കഴിക്കുക. ഉടമ്പടി തൈലവും കാശ് രൂപവും ചേർത്ത് പിടിച്ചാണ് ഞാൻ പോകാറുള്ളത്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലുകളിലായിരുന്നു ആദ്യം കൊണ്ട് കൊടുക്കാറ്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിയിൽ കുറച്ച് ആൾക്കാർ എപ്പോഴും ഇരിക്കാറുണ്ട്, അപ്പോൾ അവർക്ക് ഫുഡുകളും കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ അല്ലാതെ ഇപ്പോൾ കയ്യിലെന്തെങ്കിലും പൈസയോ കാര്യങ്ങളൊക്കെ ഉള്ളതനുസരിച്ച് ഉള്ളതുപോലെ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്.
പിന്നെ നേരത്തെയൊക്കെ എൻ്റെ മുമ്പിൽ ആരെങ്കിലും കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ അമ്മയായാലും ഹസ്ബൻഡൊക്കെ ആയാലും നോക്കാതെ അങ്ങ് കൊടുക്കും. അപ്പോൾ ഞാൻ പറയും, എന്തിനാണ് കൊടുക്കുന്നത്? അവർക്ക് ആരോഗ്യമില്ല, അവർ പണിയെടുത്ത് ജീവിക്കട്ടെ, നമ്മളെന്തിനാ അങ്ങനെ കൊടുക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഇടയ്ക്ക് ഞാൻ ഒരുപാട് സമയത്ത് ഉടമ്പടി ഉഴപ്പിയിട്ടുണ്ട്, ഒരുപാട് തവണ ഉഴപ്പിയിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ എഴുതിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ആദ്യം മാതാവിനെ ഏൽപ്പിച്ച് അന്ന് തൊട്ട് മാതാവ് എന്നെ കൈവെള്ള കൊണ്ട് നടക്കുക. ഇപ്പോൾ വരെ ഞാൻ ഉടമ്പടികളെല്ലാം തെറ്റിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തെറ്റിക്കുകയും പിന്നെ പ്രാർത്ഥിച്ച് ക്ഷമ പറഞ്ഞ് പിന്നെ ഉടമ്പടിയിൽ ആകുമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴും മാതാവ് അതിനോട് ക്ഷമിച്ച് എന്നെ മാതാവിൻ്റെ കൂടെ തന്നെ നിർത്തി. എന്നിട്ട് അപ്പം ഞാൻ ആലോചിച്ച് എനിക്ക് യോഗ്യതയില്ലല്ലോ, എന്നിട്ടും എൻ്റെ കാര്യങ്ങളും പൈസയും എല്ലാ കാര്യവും ആ കറക്റ്റ് സമയത്ത് ലേറ്റ് ആകുമ്പം എനിക്ക് അതിൻ്റെ ലേറ്റ് ആകുന്നതിൻ്റെ ആ തടസ്സം എനിക്ക് അതിലും നല്ലൊരു കാര്യമായിരുന്നു എനിക്ക് തന്നുകൊണ്ടിരുന്നത്. എന്തിനാണ് എനിക്ക് തടസ്സം വന്നത്? ആ തടസ്സം എൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ മെഡിക്കലിൻ്റെ കാര്യം വന്നു. മെഡിക്കൽ വന്നപ്പോഴത്തേക്ക് ഓൾറെഡി എനിക്ക് 20% പ്രശ്നമുണ്ട് ലങ്സിന്. അപ്പോൾ മെഡിക്കൽ എടുക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പും ഉടമ്പടി തൈലവും യൂസ് ചെയ്തിട്ടാണ് ഞാൻ മെഡിക്കലിന് കയറിയിട്ട് ടെസ്റ്റ് പ്രീ മെഡിക്കലും എടുത്തു, മെയിൻ മെഡിക്കലും എടുത്തു. രണ്ടിലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് പ്രശ്നമുണ്ട്, ഞാൻ എൻ്റെ ടെസ്റ്റ് എടുത്തിട്ടുള്ളതാണ്. പക്ഷേ മെഡിക്കൽ എടുത്തപ്പം ലങ്സിനും കാര്യങ്ങൾക്കും ഒന്നും ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ ഞാൻ മാതാവ് എനിക്ക് ഇനി ലേറ്റായി, കാരണം October 7 എൻ്റെ എക്സാമിൻ്റെ വാലിഡിറ്റി തീരും. അതിനു മുമ്പ് എനിക്ക് പുറത്ത് പോകണം, എബ്രോഡ് പോകണം. അതിനുള്ള വഴി എനിക്ക് മാതാവ് കാണിച്ചു തരണേ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എന്നെ എല്ലാവരും കളിയാക്കിയിട്ടുണ്ട്. ഈ ശ്വാസമുട്ടൽ വന്ന കാരണം ജോലിക്ക് പോകാൻ പറ്റത്തില്ല, പൈസ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ മാറി നിന്നപ്പോൾ ഒരുപാട് പേര് കളിയാക്കിയവരൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിനൊക്കെ മാതാവ് എന്നെ ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ മുമ്പേ എനിക്ക് സാക്ഷ്യം പറയാനായിട്ടൊരു അവസരം തന്നതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് തടസ്സങ്ങൾ വരുന്നതിന് ഒരു റീസൺ അതിലും 100% ബെറ്ററായിട്ടുള്ള മറ്റൊരു കാര്യത്തിനാണ്. ഒരിക്കലും നമ്മൾ മാതാവിനെ എനിക്ക് മാതാവ് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറയരുത്. നമുക്ക് തരുന്ന തടസ്സം പറയാൻ എനിക്ക് വാക്കുകളില്ല, അതിൻ്റെ ഇരട്ടി നല്ലത് മാത്രം തരാനാണ് മാതാവ് നമുക്കൊരു തടസ്സം വെക്കുന്നത്.